സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്നാണ്. ഈ ലോകത്തിൽ, ഈ കാലത്തിൽ, ഈ സമയക്രമത്തിൽ ഉള്ളതായ ചില രീതികളുണ്ട്, ചില ക്രമങ്ങൾ ഉണ്ട്. ഇതിനൊന്നും നിങ്ങൾ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിന് ഹിതം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവഹിതം പഠനത്തിൽ കൂടി ലഭിക്കുന്നതല്ല. ദൈവഹിതം അറിയുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കരങ്ങൾ ഉയർത്താനിടയാകും. ദൈവഹിതം അറിയാവുന്നവർ എത്ര പേരെന്ന് ചോദിച്ചാൽ 10-15 പേർ മാത്രമേ കൈ ഉയർത്തൂ. എന്തുകൊണ്ടാണ്? അത് തിരിച്ചറിയേണ്ടതാകുന്നു. അത് ചോദിച്ചെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അന്വേഷിച്ചെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. കർത്താവേ, ഞാൻ ചോദിക്കുന്നു നിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടി എന്ന് പറയുന്നു. 3 വർഷം കൊണ്ട് ഞാൻ ചോദിക്കുന്നു, 3 മാസം കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ദൈവഹിതം അറിയാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. ഓഹോ, എങ്കിൽ യഥാർത്ഥമായി നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് കോപം വന്നു. എന്താണ് അങ്ങനെ പറയുന്നത്? അതെ, ദൈവത്തിന് സകലതും അറിയാം. നീ സമർപ്പണത്തോടുകൂടി വന്നിട്ടാണോ ദൈവഹിതം അന്വേഷിക്കുന്നത്? അതോ കുറിയിടുന്നവർ ചോദിക്കുന്ന പോലെ അതാണോ ഇതാണോ എന്ന് തിരക്കുന്നത് പോലെ ലക്കി നമ്പർ ഏതാണ് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് പോലെ ശ്രമിച്ചാൽ, അപ്പോൾ ദൈവത്തിന് ഹിതം അവൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നീ ചിന്തിച്ചതുപോലെ, നീ അനുകൂലിക്കുന്നത് പോലെ തന്നെ വരുന്നു എന്ന് വിചാരിക്കുക. ഉടനെ ഹല്ലേലൂയ പറയും. എന്നാൽ നീ ചിന്തിച്ചതിന് വിപരീതമായിരിക്കുന്നു എന്ന് ചിന്തിക്കൂ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ദൈവഹിതം നീ ഒരു IAS ഓഫീസർ ആകണമെന്നാണ്, നീ ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് ലെവലിലേക്ക് വരുമെന്നാണ്. അപ്പോൾ ഹല്ലേലൂയ എന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നീ സകലതും വിട്ടിട്ട് വരണമെന്നാണ്, നിന്റെ ഡിഗ്രികളെല്ലാം ഉപേക്ഷിച്ച് വരണമെന്നാണ്, എൻ്റെ വചനം എടുത്തുകൊണ്ട് എൻ്റെ സേവ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ എന്ത് വിചാരിക്കും? എനിക്കറിയാം ആദ്യമേ ഇങ്ങനെ തന്നെ പറയുമെന്ന്, അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് നിന്റെ ഹിതം എന്താണെന്ന് ചോദിച്ചത്. ഇങ്ങനെ നീ പറയുമെന്നുള്ള വിഷയം അവൻ ആദ്യം തന്നെ അറിയാവുന്നതുകൊണ്ട് അവൻ നിന്നോട് അവൻ്റെ ഹിതം ഒരിക്കലും വെളിപ്പെടുത്തുകയില്ല. അവൻ്റെ ഹിതം നിന്നോട് വെളിപ്പെടുത്തുന്ന സമയത്ത് ഇത്രയുള്ളോ എന്ന് നീ വിചാരിക്കും എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് നിന്റെ മനസ്സറിയാവുന്നതായ കർത്താവ് അവൻ്റെ ഹിതം നിന്നോട് വെളിപ്പെടുത്തില്ല. നീ അവൻ്റെ ഹിതം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ അവനെ പരിശോധിക്കണം. അതുപോലെ അവൻ നിന്നെ പരിശോധിക്കും. ഉന്നതമായ ഒരു സ്ഥിതിയിലേക്ക് ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അവനെ ഏതെല്ലാം രീതിയിൽ പരിശോധിക്കും, പരീക്ഷിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഭാരതരത്ന അവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ളവർ ആരാണ്, അതിന് അർഹതയുള്ള വ്യക്തികൾ ആരാണ് എന്ന് പല രീതിയിൽ പരിശോധിച്ച് എല്ലാ രീതിയിലും നോക്കിയിട്ടാണ്. അങ്ങനെ എല്ലാ രീതിയിലും അനേകം ആളുകളെ പരിശോധിച്ചിട്ട് അതിന് യോഗ്യനായവനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്? ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെയും ഇടവെല്ലാം കാണുവാൻ കഴിയും. നീ എന്നാൽ പരിശോധിച്ച് പോകുമ്പോൾ അവന്റെ പൂർണ്ണമായ നന്മയുള്ള ഹിതം എന്താണെന്ന് നിനക്ക് അറിയുവാൻ കഴിയും. അവന്റെ ഹിതം ഉത്തമമാണ്. ദൈവഹിതത്തിൽ ജീവിക്കുന്നവനാണ് ഭാഗ്യവാൻ. നീ എത്ര കാലം ജീവിച്ചിരുന്നു എന്നതല്ല പ്രധാനം. ദൈവത്തിന്റെ ഹിതം അറിയാതെ നീ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അത് വ്യർത്ഥമാണ്. ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുമ്പോഴാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ കാലയളവിൽ 18 വയസ്സ് വരെ നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അറിയാതെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ജീവിച്ചത്. എന്നാൽ ഈ 40 വർഷമായിട്ട് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ നിന്റെ കാര്യം എന്താണ്? നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെ പൈതങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള, മുൻപത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്താണ് ഇവിടെ വചനം പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഹിതം അറിയുവാൻ കഴിയുകയില്ല. നിങ്ങളിൽ എത്ര ആളുകൾ യേശുക്രിസ്തുവിനെ സമർപ്പിച്ച ആളുകളുണ്ട്? കൈ ഉയർത്തുക. കൈ ഉയർത്താത്തവർ സമർപ്പിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു.
സമർപ്പിച്ചു എന്ന് പറഞ്ഞ് കൈ ഉയർത്തി താഴ്ത്തി ഉയർത്തി താഴ്ത്തി മനസ്സിലാകാതെ ശരിയാണോ അല്ലയോ എന്താണെങ്കിലും നിങ്ങൾ ഉറപ്പോടുകൂടി തന്നെ പറയുക. സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സമർപ്പിക്കുക. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനോഭാവം മാറിപ്പോകും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോകും. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നാം ചെയ്യുകയില്ല. ലോകത്തിലുള്ളവർ കൈക്കൂലി വാങ്ങിയാൽ ഞാൻ വാങ്ങുകയില്ല. ലോകത്തിലുള്ളവർ വഞ്ചന കാട്ടിയാൽ ഞാൻ കാട്ടില്ല. ലോകത്തിലുള്ള ആളുകൾ കളവ് കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല. ലോകക്കാർ ചെയ്യുന്നത് പോലെ ഷോർട്ട് കട്ടുകൾ ഞാൻ ചെയ്യുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ഞാൻ സത്യസന്ധതയോടുകൂടി നീതിയോടുകൂടി ജീവിക്കുവാൻ ഇടയാകും. എത്രയോ ആളുകൾ ആ നെബൂഖദ്നേസർ ഉണ്ടാക്കിയ പ്രതിമയെ നമസ്കരിക്കുന്നു, എന്നാൽ ഞാൻ മാത്രം നമസ്കരിക്കില്ല. തീച്ചുള്ളിയിൽ ഞങ്ങൾ കത്തിയെരിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല, ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഈ കാലത്ത് അങ്ങനെ വിശ്വാസമുള്ള ആളുകൾ ആവശ്യമാകുന്നു. അതിന് നമ്മുടെ ഈഗോ മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഇൻഫീരിയോറിറ്റി, അപകർഷതാബോധം ഏതു സമയം നോക്കിയാലും മുൻപ് പറഞ്ഞതുപോലെ ഈഗോ ഉള്ളവർ പൊങ്ങച്ചം പറയാനിടയാകും. ഈ ഇൻഫീരിയോറിറ്റി ഉള്ള ആളുകൾ താഴ്ന്നു പോകുവാനിടയാകും. എന്താണ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്? നിന്നെക്കുറിച്ച് തന്നെ നീ ഇകഴ്ത്തി ചിന്തിക്കുന്നതാണ്. ഈഗോ എന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ച് നീ പുകഴ്ത്തി പറയുന്നതാണ്. നിന്നെക്കുറിച്ച് തന്നെ നീ വലിയ ആളാണെന്ന രീതിയിൽ വലിയ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ഈ ഇൻഫീരിയോറിറ്റി എന്ന് പറയുമ്പോൾ എന്നെക്കോട്ട് കൊള്ളാത്തവൻ ആരുമില്ല, ഞാൻ ദരിദ്രനാണ് 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 എന്ന് പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ട് ജീവിക്കുന്നത് ആകുന്നു. ഞാൻ നന്നാവുകയില്ല, ഞാൻ പാസ്സാകില്ല, ഞാൻ ജയിക്കുകയില്ല, ഞാൻ ശരിയാവുകയില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആളുകളെ നോക്കൂ. അപകർഷതാബോധമാണ് ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആളുകളിൽ കൂടി പ്രവർത്തിക്കുന്നു. ധനവാന്മാരായവരെ പണവും സമ്പത്തും പ്രശസ്തിയും എല്ലാം ഉള്ള ആളുകൾക്ക് ഈഗോ ജീവിതത്തിൽ കൊടുക്കുന്നു. ഓൾറെഡി ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം, കുടുംബത്തിന്റെ അവസ്ഥ കാരണം നിരാശയിൽ ജീവിക്കുന്ന ആളുകളെ അവർക്ക് എന്ത് പറഞ്ഞാണ് അവർക്ക് പുകഴുവാനുള്ളത്? അതുകൊണ്ട് അവർക്ക് പുതിയൊരു കാര്യം കൊടുത്തു, ഇൻഫീരിയോറിറ്റി കൊടുത്തിരിക്കുന്നു. നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, ഇതും തെറ്റാണ് അതും തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിങ്ങൾ സീറോ, ജീസസ് ഈസ് ഹീറോ. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലതുമുണ്ട്. ഞാൻ ശൂന്യനാണ്, എല്ലാവരും പൂജ്യമാണ്. ഒരു പൂജ്യത്തിന് എത്ര വിലയുണ്ട്? 2 പൂജ്യമാണെങ്കിലോ 3 പൂജ്യമാണെങ്കിലോ? ഒരു മീറ്റിങ്ങിന് 1000 പൂജ്യം വരികയാണെങ്കിൽ എത്ര വിലയുണ്ട്? 1000 ആണെങ്കിലും പൂജ്യം പൂജ്യം തന്നെയാണ്. ആ 1000ന്റെ സൈഡിൽ ഒന്നിട്ടാൽ ഓഹോ, അപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഒറ്റ, 10, 100, 1000, ലക്ഷം, കോടി. കുറെ പൂജ്യങ്ങൾക്ക് വശത്തായിട്ട് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് വായിക്കാൻ പോലും മനസ്സിലാവുകയില്ല. നമ്മൾ കണക്കെണ്ണും, ഒറ്റ, 10, 100, 1000, 10,000 അങ്ങനൊക്കെ. അതുകൊണ്ട് എത്ര പൂജ്യമാണെങ്കിലും അവിടെ കർത്താവ് വരുമ്പോൾ നമുക്ക് വിലയുണ്ടാകുന്നു. വീണ്ടും നമുക്ക് അതിന് ബാക്കിയുള്ള വചനം വായിക്കാം. 3-ാം വാക്യം വായിക്കാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്നു ഞാൻ. ഇവിടെ എന്താണ് പറയുന്നത്? നാം കൂടുതൽ ഭാവിച്ചുയരുവാൻ പാടില്ല. അതുപോലെ കുറച്ചും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. നിനക്കു ലഭിച്ചതായ, ഓരോരുത്തർക്കും ലഭിച്ചതായ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടത്. നിനക്ക് ലഭിച്ചതിൽ നീ സന്തോഷിക്കുക. നിനക്ക് എത്രയാണ് ലഭിച്ചത് അതിൽ തൃപ്തിയാകൂ. നീ തന്നെ തലമുടി നീട്ടി വളർത്തി, നീ തന്നെ മീശ വളർത്തി കൊമ്പൻ മീശയാക്കി, നീ തന്നെ പഠിച്ച് PhD ഒക്കെ എടുത്ത് നീ നല്ല ശബ്ദമുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ, അതുപോലെ നല്ല പദവിയും അധികാരമുണ്ടെങ്കിൽ മറ്റുള്ളവരെ നീ എങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ടാണ് ഒരുവന് സൗന്ദര്യം കൊടുത്തത്, മറ്റൊരുവന് ജ്ഞാനം കൊടുത്തത്. ഒരുവന് നീളമുണ്ടെങ്കിലും കറുത്തവനായിരിക്കും, ഒരുവന് നീളം കുറവാണെങ്കിലും വെളുത്തവനായിരിക്കും. ഇവിടെ വെളുത്തവനെ കണ്ടാൽ കറുത്തവന് അലർജിയാണ്, കറുത്തവനെ കണ്ടാൽ വെളുത്തവനും. ഇത് നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. വെളിയിലാണെങ്കിൽ എല്ലാ ആളുകളും അവിടെ ഒരുപോലെയാണ്. എപ്പോഴും നിങ്ങളുടെ വ്യക്തിത്വം കണ്ടിട്ട് നിങ്ങൾ ഫീലാകാൻ പാടില്ല. മൂക്കിന് നീളം കുറവാണ്, കുറച്ചുകൂടെ നീളമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ചില ആളുകളെ നോക്കുക, അവർക്ക് നീളം കാണില്ല. അവരെ കണ്ടിട്ട് നീ സന്തോഷിക്കുക. എപ്പോഴും എൻ്റെ മകന് നല്ല പഠിപ്പില്ല, അവരുടെ മകന് നല്ല പഠിപ്പുണ്ട്. അവന് നല്ല കോളേജിൽ കിട്ടി, എനിക്ക് ഈ കോളേജിലാണ് കിട്ടിയത്. അവർക്ക് നല്ല മരുമകനെ കിട്ടി, എൻ്റെ മരുമകൻ ഇങ്ങനെയാകുന്നു. ഇങ്ങനെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ
ആയിരിക്കാൻ കഴിയില്ല. നീ എങ്ങനെയായിരിക്കുന്നുവോ അതിനനുസരിച്ച് നീ കർത്താവിനെ സ്തുതിക്കുക. കണ്ണാടിയിൽ നോക്കുമ്പോൾ കർത്താവെ, നീ എന്നെ സൃഷ്ടിച്ചതിനായിട്ട്, ഇങ്ങനെ സൃഷ്ടിച്ചതിനായിട്ട് നിനക്ക് നന്ദി കരറ്റുന്നു എന്ന് പറയുക. നിന്നിൽ തീർച്ചയായും ഒരു നന്മയെങ്കിലും കാണും. മിനിമം ഒന്നെങ്കിലും കാണും. ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കും. നീ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, അതിനെ നീ ഉപയോഗപ്രദമാക്കുവാൻ ശ്രമിച്ചാൽ, പിന്നെ നിനക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ടതായ ആവശ്യമേ ഇല്ല. അതോർക്കുക. നിന്റെ താലന്ത് എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുക. അല്ലെങ്കിൽ നിന്റെ അമ്മയോട് ചോദിക്കൂ. പറയൂ, അമ്മേ, എൻ്റെ കഴിവെന്താണ്? നീ പൊന്നാണല്ലോടാ മോനെ, നിനക്ക് സകല കഴിവുമുണ്ടടാ. അതല്ലമ്മേ ചോദിച്ചത്, എന്നിലുള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കൂ. നിന്നെ ചെറുപ്പം മുതൽ തന്നെ നോക്കി വളർത്തിക്കൊണ്ടുവന്നതായ, നിന്നെക്കുറിച്ച് സകലതും അറിയാവുന്ന നിന്റെ അമ്മയ്ക്കറിയാം, അപ്പനറിയാം, നിന്റെ ഭാര്യയ്ക്കറിയാം, ഭർത്താവിനറിയാം. ഓരോരുത്തരും അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ് അത്? തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ മൂർച്ച കൂട്ടാൻ ശ്രമിക്കുക. വലിയവരാകും. അപകർഷതാബോധം വേണ്ട. ഒരു വിഷയത്തെക്കുറിച്ചും ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ജ്ഞാനമില്ലാത്തവനാണ്, എനിക്ക് യോഗ്യത ഇല്ല, ഞാൻ പ്രാവീണ്യമുള്ളവനല്ല, എനിക്കത്ര കഴിവില്ല എന്ന ചിന്ത വരുമ്പോൾ പറയണം, ശരിയാണ്, എന്നാൽ യേശുക്രിസ്തു എന്നിൽ ഉണ്ട്, അവനിൽ കൂടി ഞാൻ സകലതും നേടും. അവൻ എൻ്റെ ബലഹീനതയെല്ലാം മാറ്റി എന്നെ ശക്തീകരിക്കും. ഒരിക്കലും നീ നിരാശപ്പെടുവാൻ പാടില്ല. മനുഷ്യർ എല്ലാം നിന്നെ കൈവിട്ടു പോയാലും, പലപ്പോഴും നാം പാടാറുണ്ട് ആ പാട്ട് ഒരുപാട് തവണ. ഈ ലോകത്തിലുള്ളവർ എല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും ചില സമയത്ത് വേദന ഉണ്ടാകും. എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്നില്ല, ഭാര്യ എന്നെ നോക്കുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ നോക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എനിക്ക് ഭാര്യയുണ്ട്, എന്നെ നോക്കുവാൻ ആരുമില്ലിപ്പോൾ, രോഗക്കിടക്കയിലായിരിക്കുന്നു, എനിക്ക് കടബാധ്യതയുണ്ട്, എൻ്റെ കൂട്ടുകാർ ആരും എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ സഹായിക്കുവാൻ ആരും തന്നെ മുൻപോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ എത്രയോ തവണ നിരാശയോടെ നാം ആയിരിക്കാറുണ്ട്. വിഷാദത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന അനേകരുണ്ട് അങ്ങനെ. എന്നാൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവിലേക്ക് നോക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ശക്തീകരിക്കാനിടയാകും. ഈ 3 പാഠങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നാം ദിവസം തോറും ജീവിക്കുമ്പോൾ ഈ 3 പാഠങ്ങളും നാം എതിരേൽക്കേണ്ടതാണ്. ഈഗോയുടെ വിഷയത്തിൽ, ആറ്റിറ്റ്യൂഡിന്റെ വിഷയത്തിൽ, ഇൻഫീരിയോറിറ്റിയുടെ വിഷയത്തിൽ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നു? അഹംഭാവത്തോടു കൂടിയാണോ, താഴ്മയോടാണോ? നിന്റെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ്? ദൈവത്തിന്റെ നാമം നീ മഹത്വപ്പെടുത്തുകയാണോ, അതോ നിന്റെ പേര് നീ എടുക്കുകയാണോ ചെയ്യുന്നത്? നീ ധൈര്യപ്പെട്ടിരിക്കുകയാണോ, അതോ നിന്നെക്കുറിച്ച് തന്നെ നീ നിരാശപ്പെട്ട് തകർന്നു പോവുകയാണോ? അങ്ങനെ ഓരോ വിഷയങ്ങളിലും നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചറിഞ്ഞ് നാം ബലം പ്രാപിക്കേണ്ടവരാണ്. എഴുന്നേറ്റ് നിൽക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കടന്നു വന്ന നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കർത്താവേ, ഈ അപകർഷതാ ബോധം കാരണം എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ എനിക്ക് നേടുവാൻ കഴിയുന്നില്ല. ഇനിയും ഞാൻ പാസ്സാവുകയില്ല, എൻ്റെ വിവാഹം നടക്കുകയില്ല, എനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല, കടത്തിൽ നിന്ന് എനിക്ക് വെളിയിൽ വരുവാൻ കഴിയില്ല, എനിക്കിനി ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ ഇന്ന് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. ജീവിതത്തോട് വെറുപ്പ് തോന്നിയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്നും അവരെ നീ വിടുവിക്കുമാറാകണമേ. നീ മരിക്കേണ്ടതില്ല, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചിരിക്കുന്നു. നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാനുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ ഞാനാണ്, നിന്നെ കരങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവൻ ഞാനാണ്. ഞാനുണ്ട് നിനക്ക്, നിന്റെ ഭാരങ്ങളെയെല്ലാം ഞാൻ എടുത്തു മാറ്റും എന്നുള്ള നിന്റെ സ്നേഹ ശബ്ദം നീ നിന്റെ മക്കളെ കേൾപ്പിക്കുമാറാകണമേ. അങ്ങനെയുള്ള ആളുകളെ നിന്റെ നാമത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്നേഹിക്കപ്പെടുന്നതായ ഞങ്ങൾ നിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദിനംതോറും സഹായിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ മനസ്സ് നൽകണമേ. ദൈവിക സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുവൻ പിശാചിന്റെ പക്ഷത്തും ഒരുവൻ ദൈവത്തിന്റെ പക്ഷത്തുമായിരിക്കുവാനല്ല, എല്ലാവരും ക്രിസ്തുവിന്റെ പക്ഷത്തായിരിക്കുവാൻ നീ സഹായിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ. എല്ലാവിധമായ സാമ്പത്തിക ഭാരത്തിൽ നിന്നും നിന്റെ മക്കളെ നീ വിടുവിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആളുകൾക്ക് നീ കുഞ്ഞുങ്ങളെ കൊടുക്കുമാറാകണമേ ദൈവമേ. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന ആളുകൾക്ക് നിന്റെ പദ്ധതി നീ വെളിപ്പെടുത്തണമേ. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭാര്യയും ഭർത്താവും വേർപിരിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവേ, അവർ വേർപിരിയാതെ ഐക്യതയോടായിരിക്കുവാൻ നീ സഹായിക്കണമേ. ജോലിയില്ലാതെ വളരെ ദുഃഖത്തോടുകൂടി ഒരു പണിയുമില്ല എനിക്ക് എന്ന വിചാരത്തോടുകൂടി ആയിരിക്കുന്നതായ അങ്ങനെ തളർന്നു പോകുന്ന എല്ലാ യൗവനക്കാരെയും നീ ദർശിക്കണമേ.
ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റെ കരങ്ങളിൽ തരുന്നു. 100 മടങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ